അപ്പൊ നമുക്കിന്ന് ഫിനിക്സ് പാർക്ക് പോവാം. ഡബ്ലിനിലെ തന്നെ ഭയങ്കര ഓൾഡസ്റ്റ് ആണ്, അതുപോലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. എല്ലാവരും വെറുതെ പോയിരിക്കുന്ന ഒരു സ്പേസും കൂടെ ആണ് അത്. അവിടെ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. അപ്പൊ നമുക്കിന്ന് അവിടെ പോയിട്ട് എങ്ങനെയാണ് ഫിനിക്സ് പാർക്ക് എന്ന് കാണാം അല്ലേ. അപ്പൊ നമ്മൾ ഫിനിക്സ് പാർക്കിൽ എത്തി. 1700 ഏക്കേഴ്സ് ആണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. ഇത് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. അതായത് ഇതിന്റെ വോളാണ് ഏറ്റവും വലുത്. അപ്പൊ നമുക്കിത് ഫുള്ളായിട്ട് കാണാമെന്ന്. ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 1700 ഏക്കർ നീണ്ട് നിവർന്ന് അങ്ങ് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുക ഒരുപാട് റോഡുകളും വഴികളും ആൾക്കാരെയും മാത്രമാണ് കാണാൻ പറ്റുക. അപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും, ഇതിപ്പോൾ ഏത് വഴിയാണ് പോകണ്ടേ. പക്ഷേ ഏത് വഴി പോയി കഴിഞ്ഞാലും അടിപൊളി വ്യൂസാണ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ ഓൾറെഡി ഒരു വട്ടം വിസിറ്റ് ചെയ്തതാണ്, എന്നാൽ പോലും എനിക്ക് ഡൗട്ടാണ്. ഫിനിക്സ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ കുറേ മാനുകളെ നമുക്ക് ലൈവായിട്ട് കാണാം. നമുക്ക് അവരുടെ അടുത്തേക്കൊക്കെ പോകാം. നമുക്ക് ഷുവറില്ല കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷെ ഈ ഏരിയയിലാണ് സാധാരണ മാനുകൾ ഉണ്ടാവുക. ഞാൻ ആദ്യം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ബാ. ഇത് കണ്ടു, ഈ ഏരിയ നിറച്ച് ആൾക്കാരാണ്. അതുകൊണ്ട് ഇത് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ പിള്ളേർ ഗെയിം കളിക്കുന്നതുകൊണ്ട് തന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയതുകൊണ്ട് അവിടെ മാനില്ല. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു മാന്. പിന്നെ ദേ അവിടെ നമ്മുടെ ഡോഗ്സിനൊക്കെ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. അവിടെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ മാൻ മാത്രമില്ല. അങ്ങനെ ആ ഒരു ഇത് നമുക്ക് സങ്കടമായിപ്പോയി ഭയങ്കരമായിട്ട്. മാന കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുകളെ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു പണ്ട്. പിന്നീട് പെട്ടെന്നൊരു ന്യൂസ് വന്നു, മാനൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ മരിക്കുന്നുണ്ട്, അതായത് ചാവുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റായിട്ട് കാണാൻ വരുന്നവർ, മാനെ കാണാൻ വരുന്നവർ, അല്ലെങ്കിൽ ഫിനിക്സ് പാർക്ക് വരുന്നവരൊക്കെ കൂടി മാനിന് അവർ കൊണ്ടുവന്ന ഫുഡ് എന്താണ്, ഇപ്പോൾ ബിസ്ക്കറ്റോ കേക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. ആക്ച്വലി മാൻ അത് കഴിക്കാൻ പാടില്ല. മാൻ ഈ പുല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത്. ഈ ബിസ്ക്കറ്റും കേക്കൊക്കെ കൊടുത്താൽ അവർ കഴിക്കും. അത് കഴിച്ചിട്ട് അങ്ങനെ ഒരുപാട് മാനുകൾ മരിച്ചു, അതായത് ചത്തുപോയി. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഭയങ്കര ഇതായിരുന്നു, അതായത് മാനുകൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സാഡായിപ്പോയി, നമുക്കിന്ന് കാണാൻ പറ്റിയില്ല. സാരമില്ല, ഇവിടെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഗെയിമൊക്കെ കണ്ടിരുന്നു. കുറേ പിള്ളേർക്ക് ഗെയിമുകൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഫിനിക്സ് പാർക്കിൽ നടക്കുന്നുണ്ട്. 1700 ഏക്കർ ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ സൈക്ലിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എന്താ ഒരു പുള്ളിക്കാരൻ സൈക്കിളും കൊണ്ട് അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ്, കാണുന്നുണ്ടാവൂലേ. അപ്പം ഇന്ന് നല്ല വെയിൽ, അതുകൊണ്ടാണ് ഞാൻ സൺഗ്ലാസ് വെക്കണത്, അല്ലെങ്കിൽ കണ്ണടങ്ങിയിരിക്കും. എനിക്ക് ക്യാമറയിൽ നോക്കാൻ പറ്റുന്നില്ല. നല്ല വെയിലാണ് ആക്ച്വലി. നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റുണ്ട്. പക്ഷെ വെയിലിനധികം ചൂടില്ല, കാറ്റുണ്ട്. കൊള്ളാം, നല്ലൊരു ക്ലൈമറ്റാണ് ഇന്ന്. ഈ ഇങ്ങനത്തെ ക്ലൈമറ്റിലാണ് നമ്മൾ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരിക. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരാൾ കുറേ നേരമായിട്ട് ഒരു ബോളിൻ്റെ പുറകെ ഓടുന്നുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. ഇതൊക്കെ ട്രെയിൻഡ് ഡോഗ്സ് ആണ് ഇവിടെയുള്ള എല്ലാവരുടെയും കയ്യിലുള്ളത്. അങ്ങനെ നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ മരം കണ്ടോ, ഭയങ്കര വലിയ മരം. ഇവിടെ ഈ ഒരു ഏരിയ നിറച്ച് മരങ്ങളാണ്, നല്ല തണലാണ് ഈ ഏരിയ നിറച്ച്. അപ്പോൾ ഈ മരം കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ മരവും അങ്ങനെയൊക്കെ ഓർമ്മ വന്നു. കാരണം ഒരുപാട് ഇങ്ങനെ ശിഖരങ്ങളൊക്കെ ആയിട്ട് കയറാൻ പറ്റുന്ന രീതിയിലുള്ള മരം.
നല്ല രസമുണ്ട്. വെയിലത്തുനിന്ന് പെട്ടെന്ന് തണലിലേക്ക് വരാം. പക്ഷെ നല്ല തണുപ്പ് ഈ താഴെ നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ ഇരുന്നിട്ട് ആ ഏരിയയിൽ അവർ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഗെയിമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അടിപൊളിയാണ് മൊത്തത്തിൽ ഈ ഒരു ഏരിയ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. അയർലൻഡിൽ വരുന്ന എല്ലാവരും തന്നെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഫിനിക്സ് പാർക്ക് എന്ന് പറയുന്നത്. ഫ്രീ എൻട്രി ആണ്, നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ളവർ ഏറ്റവും കൂടുതൽ അവിടെ പോകുന്നത് അവരുടെ എക്സസൈസിനും ജോഗിങ്ങിനും അങ്ങനെയുള്ള കാര്യത്തിന്. അതിപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയാണെങ്കിലും രാത്രിയാണെങ്കിലും അവരവിടെ പോകും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ രാവിലെയും രാത്രിയല്ലേ, ഇവിടെ ഉച്ചയ്ക്ക് പോലും അവിടെ പോകും. കാരണം ഇവിടുത്തെ വെയിലിന് ചൂട് കുറവായതുകൊണ്ട് തന്നെ ഈ ടൈമിലൊക്കെ നല്ല രസമാണ് ഓടാനൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഓടി ഇവിടെ വന്നിട്ട് വീണ്ടും എക്സസൈസ് ചെയ്യുന്നവർ. പിന്നെ വീക്കെൻഡൊക്കെ ആണെങ്കിൽ കുട്ടികൾ വന്ന് ഇവിടെ ഗെയിംസും പിന്നെ ക്യാമ്പിങ്, പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ചെറിയ പിക്നിക്ക് പോലെയൊക്കെ നമുക്കിവിടെ നടത്താനൊക്കെ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ഭയങ്കര അടിപൊളിയായിരിക്കും. അതിപ്പോൾ മഴയുള്ള ടൈമിൽ മാത്രം കുറച്ച് കുറവായിരിക്കും, കാരണം നമുക്കിവിടെ കയറി നിൽക്കാനോ അങ്ങനെയുള്ള സ്പേസ് ഒന്നുമില്ല. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ പോലെ നടന്ന് ക്ഷീണിക്കുന്നവർക്ക്, ഓടി ശീലിക്കുന്നവർക്കല്ല, നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് റോഡ് സൈഡിലും എല്ലായിടത്തും ഒരുപാട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ പോലെയുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഇങ്ങനെ ഇരുന്ന് നല്ല കാഴ്ചയൊക്കെ കാണാം. എനിക്ക് ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഈ ബാംഗ്ലൂർ മൈസൂർ റോഡൊക്കെ ഇല്ലേ സൈഡ്, ആ ഒരു ഫീലാട്ടോ വരുന്നത് ഈ ഏരിയ കാണുമ്പോൾ. പിന്നെ മേലെ മരത്തിന് മറ്റേ പൂവും കായൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് വെയിൽ ചെറുതായിട്ട് കൊള്ളും. എന്നാലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും ഇരിക്കാൻ വേണ്ടി. കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ കണ്ടു ഗൈസ്. ദേ അവിടെ നിറച്ച് മാനാണ് നിൽക്കുന്നത്. നമുക്ക് വേഗം പോവാം, കാരണം ഇവിടെ കുറെ പേര് അതിനെ ഓടിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ, അതെ വയനാട്ടിൽ നിന്ന് വന്ന എനിക്കിത് വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ കൂടി ഇവിടെ വന്നിട്ട് ഇങ്ങനെ അടുത്തുനിന്ന് ലൈവായിട്ട് കാണാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല രസമുണ്ട് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഫുള്ള് അവർ ഫുഡ്, അതായത് പുല്ലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ അവിടെ കുറേ പേര് ആൾക്കാരെല്ലാവരും മാനിനെ കാണാൻ വേണ്ടി വന്നേക്കുവാ. എടാ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നത് മറ്റേലും ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും കൂടെ എടുക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ. ഭയങ്കര ഹാപ്പിയായി. ഞാൻ വിചാരിച്ചു കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്, അവരെ അത് എന്താ പറയുക ബാധിക്കും. അവർ കുറേ മാനുകളുണ്ടായിരുന്നു, അത് കുറേ പേര് ചത്തുപോയി എന്നാണ് പറയുന്നത്. നമ്മളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ കാണുക, അതിനെ കുറച്ച് നേരം ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, കുറച്ച് നേരം നോക്കി നിൽക്കുക, അല്ലാതെ വേറൊരു രീതിയിൽ അതിനെ ഹാം ചെയ്യരുത്. അവിടെ നമുക്ക് ആ കൊച്ച് അതിൻ്റെ അടുത്ത് മാനിൻ്റെ അടുത്ത് പോയി നിൽക്കണ കാണുന്നുണ്ടോ? അവരുടെ കൂടെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ചില സമയത്ത് ഓടുന്നുണ്ട്, അവർ പേടിച്ചിട്ടായിരിക്കും. കാരണം ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ പേടിച്ചിട്ട് ഓടുന്നതുമായിരിക്കാം. നമ്മളെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ആരും തന്നെ ഹാം ചെയ്യരുത് അവരെ. അത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൂരെ നിന്ന് കാണാം, ഫുഡൊന്നും കൊടുക്കരുത് ഒരിക്കലും. അവർ ഫുഡിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഫുഡ് മാനിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ രണ്ടുപേർ അവിടെ വന്നിട്ട് മാനിന് എന്തോ കൊടുക്കുന്നു. ഞാനൊന്നും നോക്കിയില്ല, അവിടെ ചെന്നേ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും സ്പെയിനിൽ നിന്ന് വന്നവരാണ്. ഇവർ ബ്ലൂബെറി ലിഡിലിൽ പോയി സാധനമൊക്കെ വാങ്ങി വന്നിട്ടാണ്. ഒരു കവർ കണ്ടില്ല ബാക്കിലിരിക്കുന്നത്, അതിൽ സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്ന് മാനിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ബ്ലൂബെറി കൊടുക്കാൻ പറ്റുമോ മാനിനെന്ന്. അപ്പം നല്ലതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അവരടുത്ത് വെച്ചത് എനിക്ക് രണ്ടെണ്ണം തരൂ ഞാനും കൊടുത്തോട്ടെ എന്ന്. നോക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ട് അവരത് കഴിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കൈ നീട്ടുമ്പോൾ അവർ വിചാരിക്കുക നമ്മുടെ കയ്യിൽ ഇനിയും
ഉണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. കാരണം ഇവിടെ വരുന്നവർ ഇങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. മാനിന് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ അത് നല്ലതാണ്. അല്ലാത്തതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മാനിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആകും. അപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുക. ഇവർ ഭയങ്കരമായിട്ട് മാനിനെ എന്താണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ്. നമ്മൾ വെറും കൈയോടെയാണ് പോയത്. മോശമായിപ്പോയി, സാരമില്ല, നമ്മൾ അവരുടെ ഇന്ന് കടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാന് ഒരുപാടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇത് നടന്ന് നടന്ന് തീരുന്നില്ല. നമ്മൾ അവസാനം ദേ ഈ ഒരു മരത്തിൻ്റെ നമ്മൾ ഒരു വെട്ടിയിട്ടിരിക്കത്തില്ലേ, അതിൻ്റെ മേലെ കയറി ഇരിക്കുകയാണ്. ഒരുപാട് ദൂരം ഉണ്ട് ഇത് നടക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ട് തീരും തോന്നണില്ല. അപ്പോൾ കുറച്ചു നേരം ഒന്ന് തണലത്ത് വിശ്രമിച്ചിട്ട് ബാക്കി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര കാറ്റാണ്, നല്ല കാറ്റുണ്ട്. ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. ചുറ്റിനും ആൾക്കാർ ജോഗിങ്, വാക്കിങ്, ഹൈക്കിങ് അങ്ങനെ എല്ലാത്തിനും ആൾക്കാർ വരുന്നുണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ സൈക്ലിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി, ചുറ്റും കാണാൻ നല്ല രസമാണ്. അപ്പം നമുക്കിനി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ബാക്കി യാത്ര തുടരാം. നമ്മുടെ നീണ്ട വിശ്രമത്തിന് ശേഷം നമ്മളിതാ ഇനി ആ ഡെസ്റ്റിനേഷനാണ് നമുക്ക് പോകാനുള്ളത്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് നടക്കാം. വായോ. ഫിനിക്സ് പാർക്കിൽ വന്നിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു വലിയ കുരിശാണ്. അതിന് പാപ്പൽ ക്രോസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്, അതൊക്കെ നമുക്ക് കേൾക്കാം. അതിന് മുന്നേ നമുക്ക് നടന്ന് അവിടെ എത്താം. നല്ല വെയിലാണ്. അപ്പോൾ വായോ, നമുക്ക് ഒരുമിച്ച് പോവാം. ഇതിന് ചുറ്റും ആൾക്കാർ ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ കണ്ടോ, ആ ഏരിയ നിറച്ച് പാർക്കിംഗ് ആണ്. ഈ ഫിനിക്സ് പാർക്കിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതിന്റെ ചുറ്റും വന്നിരുന്നിട്ട് അവരുടെ പെറ്റ്സിനെ കളിപ്പിക്കുക, ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗദർ, പിക്നിക്ക്, ക്യാമ്പിങ്, അങ്ങനെ എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് ഫിനിക്സ് പാർക്ക് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1700 ഏക്കറാണ്. ഒരു ദിവസം കൊണ്ട് നടന്നാൽ ഇത് തീരത്തില്ല. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് കാണാനും ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ക്ഷീണിച്ചു പോകും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെള്ളം കുടിക്കാം, അങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏരിയയിലിരുന്ന് കഴിക്കാം. ഇന്നത്തെ വെതർ നല്ലതായോണ്ടാണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റിയത്. അപ്പൊ നമുക്ക് വേഗം അവിടെ പോവാം. അപ്പോൾ അവസാനം നമ്മൾ നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, പാപ്പൽ ക്രോസ് എത്തി. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് പാപ്പൽ ക്രോസ്. അതായത് ഭയങ്കര വലിയ കുരിശാണ്, ഏകദേശം 35 അടിയോളം നീളമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ഹിസ്റ്ററി അയർലൻഡിൽ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1979 ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1 മില്യൺ ആൾക്കാർ ഇവിടെ വന്നിട്ട് മാർപ്പാപ്പ നടത്തിയ ഒരു കുർബാനയിൽ പങ്കെടുത്തു. അത് വലിയൊരു ഹിസ്റ്ററിയാണ്. അപ്പൊ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ കുരിശ് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്. അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പേന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. അപ്പൊ എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഇതിൽ വന്ന് വിസിറ്റ് ചെയ്ത് മേലെ കയറുന്നുണ്ട്. അപ്പൊ നമുക്കും ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഞാൻ നോക്കണമെങ്കിൽ എൻ്റെ തല ഫുള്ളായിട്ട് മേലേക്ക് പൊന്തിച്ചിട്ട് വേണം നോക്കാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വായോ, നമുക്ക് സ്റ്റെപ്പ് കയറി മേലെ പോവാം. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇത് ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീലും കൊണ്ടാണ്. ഈ കുരിശ് ഫുള്ളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ. അത്യാവശ്യം കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു കുരിശും, പിന്നെ ആ കുരിശിന് മേലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തെ വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസിൽ എന്താ നമുക്ക് മേലേക്ക് കാണാം. പക്ഷെ വെയിലായോണ്ട് മേലേക്ക്
ഭാഗം ആരൊക്കെയോ ഫ്ലേവറും ബലൂണും ഒക്കെ കെട്ടിക്കൊണ്ടിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. കുറച്ചൊക്കെ തുരുമ്പ് പിടിച്ച രീതിയിൽ ഫുള്ള് സ്റ്റീലാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഇവിടെ ഭയങ്കര ഒരു എന്താ പറയാ അഡ്വഞ്ചർ സ്റ്റേഷനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ചെറുപ്പത്തിലൊക്കെ കളിക്കുന്ന നമ്മുടെ കുട്ടിക്കാലം ഓർത്തു ഇതൊക്കെ കാണുമ്പോ. എഴുതി വെച്ചിട്ടുണ്ട് ഐറിഷ് ലാംഗ്വേജിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്നത് സെപ്റ്റംബർ 29, 1979 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നിട്ട് ഇവിടെ മാസ് നടത്തി. അതിനുശേഷം 38 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നിട്ട് ഇവിടെ വീണ്ടും ഒരു മാസ് നടത്തി എന്നാണ് പറയുന്നത്. അതായത് അത് നടന്നത് ഓഗസ്റ്റ് 2018 26 അത് നടന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ വെയിലുണ്ടെങ്കിൽ പോലും കാറ്റുള്ളതുകൊണ്ട് നമുക്ക് വെയിൽ മനസ്സിലാവുന്നില്ല, ചൂട് മനസ്സിലാവുന്നില്ല. നല്ല സുഖമുണ്ട് ഇവിടെ ഇരുന്ന്. അതായത് നമുക്ക് ചുറ്റും നടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഡബ്ലിനിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള സൂലാണ് നമ്മളിപ്പോ ഉള്ളത്. അത് വരുന്നത് ഫിനിക്സ് പാർക്കിലാണ്. അപ്പൊ നമുക്ക് സൂയിലേക്ക് ഇത് 1830 ഇത് നിലവിൽ വന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അവര് മ്യൂസിക് ഇട്ടതും സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പൊ ഏകദേശം ഇവിടെ 69 ഏക്കറാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഏകദേശം 400ഓളം ആനിമൽസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ അങ്ങനെ പോകും. ഇവിടെ നല്ല തിരക്കാണ്. അപ്പം നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളത് കാണാൻ പറ്റില്ല. നമ്മൾ ഫിനിക്സ് പാർക്ക് കയറണമെങ്കിൽ നമുക്ക് ഫ്രീ എൻട്രി ആണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ 20 യൂറോ വരും ഒരാൾക്ക്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. കയറി കഴിഞ്ഞാൽ അതിനുള്ളത് കാണാനുണ്ടെന്നാണ് അവർ പറയുന്നതും. പിന്നെ ഡൈനോസേഴ്സിന്റെ ഡെമോ അവർ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടായിരിക്കും. അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് അയർലൻഡിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ കാണാൻ പറ്റും, നമ്മൾ ഈ സാധാരണ ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കത്തില്ലേ, തൊപ്പി, കൂളിംഗ് ഗ്ലാസ്, പിന്നെ എന്താ പറയുക ബാൻഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണത്തില്ലേ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റേ നമ്മുടെ കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ അത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങാം. വാങ്ങാനൊന്നും പോണില്ല, ചുമ്മാ വാ. അത് കണ്ടോ നിങ്ങൾ ടിക്കറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എത്ര രൂപയാകും എന്നുള്ളതൊക്കെ.
നമുക്ക് ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് എടുക്കേണ്ടത് ഇതിൻ്റെ ഇവിടെ എല്ലാത്തിനും 5 യൂറോ 8 യൂറോ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. പാമ്പും കുഞ്ഞ്. You my little boo thing. So I don't give a hoot what you do, say, girl, I know you a little too tight. I be shooting that shot like, hey, girl, I know. Tell 'em I'm next. Tell 'em you got a little something. പിള്ളേരും കൊണ്ടൊക്കെ വരുന്നവർക്ക് നല്ല രീതിയിൽ വന്നിട്ട് പൈസ കളയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ നമ്മളൊന്നും വാങ്ങുന്നില്ല, നമുക്ക് നൈസിൽ പോവാം. ബാ. ഈ സ്റ്റാച്ചു നമ്മുടെ സെയിന്റ് ഹ്യൂസ്റ്റൺ ആണ്. അതിന്റെ സ്റ്റാച്ചു ആണ് ഇവിടെ നടുക്ക് വെച്ചേക്കുന്നത്. അപ്പൊ നടന്ന് ക്ഷീണിച്ചവർക്ക് വിശപ്പും ദാഹവും മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ടീ റൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് അല്ല, ഒരു കോഫി ഷോപ്പ് ഒക്കെ പോലെ ഒരു ചെറിയൊരു ഷോപ്പ്, അതിന്റെ ഉള്ളിൽ കയറാം. Within seconds, every time, അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ബ്രൗണി വാങ്ങിച്ചു. ബ്രൗണി കഴിച്ചു. വേണ്ടിയില്ലടോ. ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഈ അണ്ണാമാർ നമ്മുടെ അതിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കൊണ്ടിരിക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റിയ ഒരു വ്യൂ ആയിരുന്നു ഇങ്ങനെ കുതിരയും കൊണ്ട് പോകുന്നത്. നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിലാണ്. ഫിനിക്സ് പാർക്കിന്റെ ഏറ്റവും ലാൻഡ്മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഡബ്ലിനിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആണ്. ഏകദേശം 203 ഫീറ്റ് ഉണ്ട് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു കുരിശ് വരുന്നുണ്ട്. ഇത് വില്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു ഡ്യൂക്കിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റാച്ചു പണി കഴിച്ചേക്കുന്നത്. അപ്പൊ ഇത് പണി കഴിക്കാൻ വേണ്ടി ഏകദേശം 40 വർഷം എടുത്തിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ കൊണ്ടാണ്, എന്നാലും 40 വർഷം എടുത്തു ഇത്രയും ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഫിനിക്സ് പാർക്കിൽ വരുന്ന എല്ലാവരും തന്നെ വരികയും ഇവിടെ ചുറ്റും ഇരിക്കുകയും പിന്നെ ഒരുപാട് ഗെയിംസും അങ്ങനെ പല രീതിയിൽ കളിക്കുന്നുണ്ട്. ഏകദേശം ആ സ്റ്റെപ്പിന്റെ പകുതി വരെ നമുക്ക് കയറാൻ പറ്റും, ഏറ്റവും മേലിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഫിനിക്സ് പാർക്കിൽ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഏതിൻ്റെ ഫ്ലാഗാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അമേരിക്കൻ ഫ്ലാഗാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ റെസിഡൻസിയാണ് ഇത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അല്ല, സോറി, അമേരിക്കൻ അംബാസിഡർ റെസിഡൻസിയാണ് ഇത്. നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് മാത്രമേ നമുക്ക് ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഉള്ളിലേക്കും ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഉള്ളിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ പാർക്ക് മോഡലാണ്. അങ്ങ് പോണ്ടി വരും. ഒന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അങ്ങ് ഒരു വീട്.
അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. സാരമില്ല, നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതെനിക്ക് തോന്നുന്നത് ഐറിഷ് പ്രസിഡന്റിന്റെ റെസിഡൻസി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്കൊന്ന് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. ഉള്ളിൽ കയറാൻ പറ്റത്തില്ല, പക്ഷെ പുറത്തുനിന്ന് നമുക്കൊന്ന് കാണാം, അത്രേ ഉള്ളൂ. നമ്മുടെ ഇതിന്റെ സെന്ററിൽ, ഏകദേശം സെന്ററാന്ന് തോന്നുന്നു, ഏത് കണ്ടാലും നമുക്ക് സെന്ററായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ എല്ലാ റോഡും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പ്ലേസിലാണ് ഒരു സ്റ്റാച്ചു കണ്ടില്ല നിങ്ങൾ? അതിന്റെ മേൽ കഴുകനാന്ന് തോന്നുന്നു. എന്തിന്റെയോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഫുള്ള് വണ്ടികൾ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഐറിഷ് പ്രസിഡന്റിന്റെ റെസിഡൻസി ആണ് തോന്നണു, കൺഫേം അല്ല. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റത്തില്ല. ഈ ഇത്രയും സ്ഥലമാണ് കാണാൻ പറ്റുക. അപ്പൊ ഈ ഒരു ഫിനിക്സ് പാർക്കിന്റെ ഉള്ളിലാണ് അവരുടെ റെസിഡൻസി വരുന്നത്. അപ്പൊ നമുക്കൊന്ന് ചുമ്മാ പോയി നോക്കാം. ഇവിടെ ഐറിഷ് ലാംഗ്വേജിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയത്തില്ല. ഇത് കാണുന്നുണ്ടാവും, ഐറിഷ് ലാംഗ്വേജിലാണ് ഇത് എഴുതിയേക്കുന്നത്. നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് എന്താണ്. അപ്പോൾ ഇത് പ്രസിഡൻസ് റെസിഡൻസി ആണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ കണ്ടില്ലേ, അതാണ് പ്രസിഡന്റ് റെസിഡൻസി എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടില്ല, ഒൺലി ഐറിഷ് ലാംഗ്വേജ് ആണ്. അപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയത് നമ്മളാരാ. അപ്പോൾ അതിൽ കണ്ടു പ്രസിഡന്റ് റെസിഡൻസി ആണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റത്തില്ല, ഭയങ്കര സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇനി പയ്യെ അടുത്ത ഇത് നടന്നു പോവാം. വാ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ്സാണ്. ഇവിടെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടൊരു ബസ്സുണ്ട്, അതുപോലെ തന്നെ നോർമൽ ഇവിടെ വരുന്ന പാസഞ്ചേഴ്സിന്. ഇത് നോർമൽ ഇവിടെ അയർലൻഡിലെ ബസ്സാണ്. നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബസ്സിൽ കയറിയാൽ മതി. ഇവിടെ ഒരുപാട് സ്റ്റോപ്സ് ഉണ്ട് ഈ പാർക്കിനുള്ളിൽ തന്നെ. അതുപോലെ തന്നെ ടൂറിസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് ഇത് ഫുള്ള് ചുറ്റി കാണിക്കാനുള്ളതും കൂടിയാണ്. നമ്മൾ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പൊ ജസ്റ്റ് കണ്ടിറങ്ങിയത്. നമ്മൾ അതിന്റെ ഗേറ്റ് മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഓക്കെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച് തിരിച്ച് ഞങ്ങൾ നടക്കുമായിരുന്നു. റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്കൊരു പ്രസിഡന്റ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ അതേ സാധനമാണല്ലോ. പക്ഷെ ഇപ്പം നമ്മളപ്പോൾ കണ്ടത് എന്തായിരുന്നു എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും നമുക്ക് ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു വ്യൂ കിട്ടും. ഇതാണ് പ്രസിഡന്റ് റെസിഡൻസ് കാണുന്നത്. നമുക്ക് അവിടുന്ന് ഗേറ്റ് മാത്രമേ കാണുള്ളൂ. അവിടുന്ന് ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് കുറേ നടന്നാകുമ്പോഴാണ് ഈ സാധനം കാണുക. നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ ജസ്റ്റ് ഒരു തോടാണ്, വെള്ളമൊന്നും ഇല്ലാത്ത ഒരു തോട്, അത് വറ്റിപ്പോയതായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു മുൾവേലി പോലെ എന്തോ ഒരു കമ്പിവേലി സാധനം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കാണുന്നത് പ്രസിഡന്റ് റെസിഡൻസി. അതാണ് നമ്മുടെ അയർലൻഡിന്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്. അത് മേലെയുണ്ട്. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇത്ര വ്യൂവേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കണ്ടപ്പോ ഒരു പുള്ളിക്കാരി ഇതിൽ നടന്നു പോയിരുന്നു അവരുടെ ഡോഗിനെയും കൊണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, ഞങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം ഇങ്ങനെ സംസാരിച്ചു. ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കും കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരിങ്ങനെ പറഞ്ഞു, ചില സമയത്ത് ഇതിൽ പോകുമ്പോൾ പ്രസിഡന്റിനെ കാണാം, പുള്ളിക്കാരനെ ഇങ്ങനെ നടന്നു പോകുന്നത് ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നേരിട്ട് പ്രസിഡന്റിനെ കാണാനൊന്നും പറ്റത്തില്ല, ഉള്ളിൽ കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ കാണാനൊക്കെ പറ്റുന്നു. അങ്ങനെ പറയണമെങ്കിൽ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ആളായോണ്ടല്ലേ. അപ്പോൾ നല്ലൊരു വെതറാണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസമാണ്. ഇനി വീണ്ടും നമ്മുടെ നടത്തം തുടരാം. അങ്ങെത്തണം നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ. ഇപ്പോൾ ആയോ?
ഞാൻ വന്നത് രാവിലെ ആയിരുന്നു. ഇത് ഇപ്പോൾ ഈവനിങ് ടൈമായി, തിരിച്ച് ടാറ്റ ബൈ പറഞ്ഞ് പോകാനുള്ള സമയമായിട്ട് നോക്കുമ്പോൾ ചുറ്റിനും വീണ്ടും ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാരുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. ആൾക്കാർ വന്നും പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. അവർ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കാണാനുള്ളതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യില്ല. അയർലൻഡിൽ വന്നവരും അയർലൻഡിലുള്ളവരാണേലും ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ സ്പ്രിംഗ് ടൈമിൽ ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഫിനിക്സ് പാർക്കിൻ്റെ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് നമ്മളിന്ന് നടന്നു. അപ്പോൾ ഈ ഒരു ദിവസം ഫുള്ളായിട്ടൊന്ന് ഫിനിക്സ് പാർക്ക് നമ്മൾ കവർ ചെയ്ത്, എന്നാലും ഫുള്ളായിട്ടില്ല കേട്ടോ. ഇനി ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെയും കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ കവർ ചെയ്തു. അതായത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഹാപ്പിയാണ്. നമ്മൾ വന്നിട്ട് മാനിനെ കണ്ടു, അങ്ങനെ ബാക്കിയെല്ലാം കണ്ടു. അതാണ് ഏറ്റവും മെയിൻ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ വീഡിയോ നിർത്താം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ അടുത്ത് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.